വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിലെ ചില കാര്യങ്ങളായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തെല്ലാം കാര്യങ്ങളായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടാക്സോണമി എന്ന് പറയുന്നത് ബെഞ്ചമിനസ് ബ്ലൂമാണ് ഡെവലപ്പ് ചെയ്തത്. 1956 1990കളിൽ ലോറിൻ ആൻഡേഴ്സൺ ആ ബ്ലൂംസ് ടാക്സോണമിയെ റിവേഴ്സ് ചെയ്തു. ബ്ലൂംസ് ടാക്സോണമിയെ 3ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒന്ന് കൊഗ്നിറ്റീവ് ഡൊമൈനാണ്, സെക്കൻഡ് വൺ അഫക്റ്റീവ് ഡൊമൈനാണ്, തേർഡ് വൺ സൈക്കോമോട്ടർ ഡൊമൈനാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊഗ്നിറ്റീവ് ഡൊമൈനിൻ്റെ ഹൈറാർക്കിയാണ് അല്ലേ. കൊഗ്നിറ്റീവ് ഡൊമൈനിൻ്റെ ഹൈറാർക്കി ഏറ്റവും ബേസിൽ നോളജ് ആണെന്നും തൊട്ടുമുകളിൽ കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ പറഞ്ഞു അതിൻ്റെ റിവേഴ്സ് ചെയ്ത വേർഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബേസിൽ റിമെമ്പറിങ്ങും തൊട്ടുമുകളിൽ അണ്ടർസ്റ്റാൻഡിങ്ങും അപ്ലൈയിങ്ങും അനാലിസിങ്ങും ഇവാലുവേറ്റിങ്ങും ക്രിയേറ്റിങ്ങും ആയിരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിയർ ടീച്ചേഴ്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്ലൂംസ് ടാക്സോണമിയിലെ 3 ഡൊമൈനുകളുണ്ട് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. ആ കൊഗ്നിറ്റീവ് ഡൊമൈൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഡൊമൈനായിട്ടുള്ള അഫക്റ്റീവ് ഡൊമൈനെ കുറിച്ചാണ്. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഇമോഷൻസ് ആണ്. ഇമോഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡൊമൈനാണ് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഈ അഫക്റ്റീവ് ഡൊമൈനിനെ നമ്മൾ കുറച്ച് കാറ്റഗറൈസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്, കുറച്ച് ഹൈറാർക്കി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ കാറ്റഗറൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ബ്ലൂമും അതുപോലെ തന്നെ റാത്തോൾ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് കൂടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഫക്റ്റീവ് ഡൊമൈനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് വാല്യൂസിനെ കുറിച്ചും എമോഷണലിനെ കുറിച്ചും ഇൻട്രസ്റ്റിനെ കുറിച്ചും ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചും ഒപ്പീനിയൻസിനെ കുറിച്ചും അപ്രീഷിയേഷൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ അഫക്റ്റീവ് ഡൊമൈനിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് പറയാം അഫക്റ്റീവ് ഡൊമൈൻസ് എന്ന് പറയുന്നത് ഇമോഷണലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡൊമൈനാണ്. ഈ അഫക്റ്റീവ് ഡൊമൈനിനെ ബെഞ്ചമിൻ ബ്ലൂമും റാത്തോളും 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നത് റിസീവിംഗ് ആണ്. ഏറ്റവും കോംപ്ലക്സ് എന്ന് പറയുന്നത് ക്യാരക്ടറൈസേഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഏറ്റവും ബേസിൽ വരുന്നത് റിസീവിംഗ്, തൊട്ടുമുകളിൽ റെസ്പോണ്ടിങ്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് വാല്യൂയിങ്, ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഓർഗനൈസിങ് ആൻഡ് കൺസെപ്ച്വലൈസിങ് ആണ്. ഫൈനൽ സ്റ്റേജ് ഏറ്റവും കോംപ്ലക്സ് ആയിട്ട് പറയുന്നത് ക്യാരക്ടറൈസിങ് ബൈ വാല്യൂ ഓർ വാല്യൂ കോൺസെപ്റ്റ് ആണ്. ഈ 5 കാറ്റഗറികളാണ് അഫക്റ്റീവ് ഡൊമൈനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം, ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 3 ഡൊമൈനുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഒന്നാമത്തത് കൊഗ്നിറ്റീവ് ഡൊമൈനാണ്, സെക്കൻഡ് വൺ അഫക്റ്റീവ് ഡൊമൈനാണ്, തേർഡ് വൺ സൈക്കോമോട്ടർ ഡൊമൈനാണ്. ഇതിൽ തന്നെ അഫക്റ്റീവ് ഡൊമൈനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് ഇമോഷൻസ് ആണ്. ഇമോഷൻസുമായി ബന്ധപ്പെട്ട ഡൊമൈനാണ് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഈ അഫക്റ്റീവ് ഡൊമൈനിനെ സിമ്പിൾ ടു കോംപ്ലക്സ്ഡ് ആയിട്ട് നമ്മൾ 5 കാറ്റഗറി ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ബേസ് വൺ ആണ് റിസീവിങ്, സെക്കൻഡ് വൺ റെസ്പോണ്ടിങ്, തേർഡ് വൺ വാല്യൂവിങ്, ഫോർത്ത് വൺ ഓർഗനൈസിങ് ആൻഡ് കോൺസെപ്ച്വലൈസിങ്, ദെൻ ഫൈനൽ വൺ എന്ന് പറയുന്നത് ക്യാരക്ടറൈസിങ് ആണ്. ഫൈനൽ വൺ ആണ് ക്യാരക്ടറൈസിങ് എന്ന് പറയുന്നതാണ് ഏറ്റവും കോംപ്ലക്സ് ആയിട്ട് നമ്മൾ ഈ അഫക്റ്റീവ് ഡൊമൈനിൽ പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 5 എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുകയാണ്. ഇവിടെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിസീവിങ് ആണ്. റിസീവിങ് എന്താ? റിസീവിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലാസ്സിലിരിക്കുകയാണ്. ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ടീച്ചർ പറയുന്നത് നമ്മൾ കേൾക്കും അല്ലേ. ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് അത് കേൾക്കും. ചിലപ്പോൾ നമ്മൾ ആക്റ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ പാസീവ് ആയിരിക്കാം. മിക്കപ്പോഴും നമ്മൾ ജസ്റ്റ് ഒന്ന് കേൾക്കുന്നുണ്ട്, കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുണ്ട്, സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, നമ്മൾ ആ ക്ലാസ് കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ജസ്റ്റ് ലിസണിങ് ആണ്. അതിന് പറയുന്ന പേരാണ് റിസീവിങ് എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റേജ്. അപ്പോൾ നമുക്ക് നോക്കാം. റിസീവിങ്ങിൽ നമ്മൾ പറയുന്നത് പാസീവ്ലി അറ്റൻഡ് ടു പെർട്ടിക്കുലർ ഫിനോമിന ഓർ സ്റ്റിമുലി. സ്റ്റുഡൻസ് ആർ അവെയർ, ലിസൺ അറ്റൻറ്റീവ്ലി. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് കുട്ടി ജസ്റ്റ് കേട്ടിരിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് റിസീവിങ്. ആ കേൾക്കുന്ന കുട്ടി ജസ്റ്റ് ആ ഒരു ക്ലാസ് റൂം ആയതുകൊണ്ട് മാത്രം അങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും. ആ ഒരു സ്റ്റേജാണ് റിസീവിങ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെസ്പോണ്ടിങ് ആണ്. അപ്പോൾ റിസീവിങ്ങിൻ്റെ തൊട്ട് മുകളിലുള്ള കാര്യമാണ് റെസ്പോണ്ടിങ് എന്ന് പറയുന്നത്. ഈ റെസ്പോണ്ടിങ്ങിൽ ഒന്നുകൂടെ ഇതിൻ്റെ ഹയറാണ്. റിസീവിങ്ങിൻ്റെ ഹയറായിട്ടുള്ള സ്റ്റേജാണ് റെസ്പോണ്ടിങ്. അപ്പം വെറുതെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂല അല്ലേ. ടീച്ചർ നടത്തുകയാണെങ്കിൽ ആ ടീച്ചർ നടത്തുന്ന ഡിസ്കഷനിൽ വെറുതെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റിസീവിങ് മാത്രമുള്ളൊരു സ്റ്റുഡൻ്റ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടി റെസ്പോണ്ട് ചെയ്യും അല്ലേ. ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന കുട്ടിയായിരിക്കും. അപ്പോൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ നമുക്ക് ഈ റെസ്പോണ്ടിങ്ങിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ സ്റ്റേജ് റിസീവിംഗ് ആണ്. റിസീവിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് കുട്ടി ലിസൺ ചെയ്യാണ്. എന്നാൽ രണ്ടാമത്തെ സ്റ്റേജായ റെസ്പോണ്ടിങ്ങിലോട്ട് പോകുമ്പോൾ കുട്ടി ചർച്ചയിൽ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടിയുടെ അഭിപ്രായം പറയുന്നുണ്ട്, മറ്റുള്ളവരുമായിട്ട് ആശയങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ദ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റെസ്പോണ്ടിങ് ആണ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് വാല്യൂയിങ് ആണ്. തേർഡ് വൺ വാല്യൂയിങ്. വാല്യൂയിങ് എന്ന് പറയുന്നത് അറ്റാച്ച് ടു എ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ്, ഫിനോമിന ഓർ ബിഹേവിയർ എന്നാണ്. ഇത് നമ്മൾ പറഞ്ഞു റെസ്പോണ്ടിങ്ങിൽ കുട്ടി ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ. വാല്യൂയിങ്ങിലോട്ട് വരുമ്പോൾ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. കുട്ടിയുടെ ഒരു പ്ലാൻ എന്ത് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ വെറുതെ ചർച്ച ചെയ്യുന്ന കുട്ടിക്ക് എന്ന് വെച്ചാൽ റെസ്പോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന കുട്ടിക്ക് ഒരു പ്ലാന് പറയാൻ പറ്റണമെന്നില്ല. പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാന് കുട്ടി പറയുകയാണെങ്കിൽ അത് ആ കുട്ടിയെ നമുക്ക് വാല്യൂയിങ്ങിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ നമ്മളൊരു സോഷ്യൽ ഇഷ്യൂ എടുക്കുകയാണ്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ എടുക്കുകയാണ്. അപ്പോൾ ആ സോഷ്യൽ ഇഷ്യൂവിനെ ഓവർകം ചെയ്യാൻ കുട്ടി ഒരു പ്ലാൻ പറയുകയാണെങ്കിൽ ആ കുട്ടിയെ നമുക്ക് വാല്യൂയിങ്ങിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ദെൻ അതിൻ്റെ തൊട്ടുമുകളിൽ നിൽക്കുന്നതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ബ്രിങ്ങിങ് ടുഗദർ ഡിഫറെൻറ്റ് വാല്യൂസ്, റിസോൾവിങ് കോൺഫ്ലിക്ട്സ് എമംഗ് ദം, സ്റ്റാർട്ടിങ് ടു ബിൽഡ് ആൻ ഇൻറ്റേർണലി കൺസിസ്റ്റൻറ്റ് വാല്യൂ സിസ്റ്റം. ഒരു വാല്യൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പലതരത്തിലുള്ള വാല്യൂസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു വാല്യൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിങ് നടക്കുന്ന സ്റ്റേജിന് പറയുന്ന പേരാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കാം. ആ വാല്യൂകൾ തമ്മിൽ അതിൽ തന്നെ ഏത് വാല്യൂ ആണ് ഏറ്റവും ബെറ്റർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഒരുപാട് വാല്യൂസ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ട്, അതിനെ ഓവർകം ചെയ്യാൻ ഈ കുട്ടിയുടെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. അത് ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരിക്കാം അല്ലേ. ആ ഒരുപാട് പ്ലാനുകളിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് കുട്ടി എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്, ഓർഗനൈസ് ചെയ്യാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്നത്. ദെൻ ദ ഫൈനൽ സ്റ്റേജ് ആൻഡ് ദി അൾട്ടിമേറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്യാരക്ടറൈസേഷൻ ആണ്. ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വാല്യൂ സിസ്റ്റം ഫോം ചെയ്യുകയാണ്, ഒരു സിസ്റ്റം ഫോം ചെയ്യുകയാണ്, വാല്യൂസിൻ്റെ സിസ്റ്റം ഫോം ചെയ്യുന്നു. ഹോൾഡ് എ വാല്യൂ സിസ്റ്റം ദാറ്റ് കൺട്രോൾസ് ഹിസ് ബിഹേവിയർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ലൈഫ് സ്റ്റൈലിലുള്ള ഒരു വാല്യൂ സിസ്റ്റം ഫോം ചെയ്യുകയാണ്, അതാണ് ക്യാരക്ടറൈസേഷൻ. അപ്പോൾ ഡിയർ ടീച്ചേഴ്സ്, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഫക്റ്റീവ് ഡൊമൈനെ കുറിച്ചാണ്. ഈ അഫക്റ്റീവ് ഡൊമൈനിൽ നമുക്ക് 5 സ്റ്റേജസ് ആണുള്ളത്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് റിസീവിങ്. അതിൻ്റെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ടോപ്പറായിട്ട് വരുന്ന ആളാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അവൻ ഒരു കുട്ടിയെ റിസീവിങ്ങിൽ നിന്ന് ക്യാരക്ടറൈസേഷനിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചറിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചറുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുമ്പോൾ റിസീവിങ്ങിലിരിക്കുന്ന കുട്ടിയെ എവിടെ എത്തിക്കണം, ക്യാരക്ടറൈസേഷനിൽ എത്തിക്കാൻ പറ്റണം. അപ്പോൾ അതിന് ഏതൊക്കെ വഴിയിലൂടെ പോകണം, റിസീവിങ് കഴിഞ്ഞ്
റെസ്പോണ്ടിങ്ങിലോട്ട് എത്തിക്കണം, അത് കഴിഞ്ഞ് വാല്യൂയിങ്ങിലേക്ക് എത്തിക്കണം, അത് കഴിഞ്ഞ് ഓർഗനൈസിങ്ങിലോട്ട് എത്തിക്കണം, അത് കഴിഞ്ഞ് ക്യാരക്ടറൈസേഷനിലോട്ട് എത്തിക്കണം. അപ്പോൾ ഇതൊന്നും കുട്ടി സ്വയം ചെയ്യുന്ന കാര്യങ്ങളല്ല. നമുക്കറിയാം ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്കഫോൾഡറാണ്. ടീച്ചറുടെ സഹായത്തോടു കൂടിയാണ് കുട്ടി ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യേണ്ടത്, നേടിയെടുക്കേണ്ടത്. അപ്പം ഇത്രയേ ഇവിടെ നമ്മൾ പറയുന്നുള്ളൂ, അഫക്റ്റീവ് ഡൊമൈനിൽ പറയുന്നുള്ളൂ. അപ്പോൾ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഇമോഷൻസ് ആണ്. ഇമോഷൻസുമായി ബന്ധപ്പെട്ട ഡൊമൈനാണ് അഫക്റ്റീവ് ഡൊമൈൻ. അപ്പോൾ എന്തായിരുന്നു കോഗ്നിറ്റീവ് ഡൊമൈൻ? കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് നോളജ് ആണ്, അല്ലെങ്കിൽ ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് തിങ്കിങ് ആണ്. അതായിരുന്നു കോഗ്നിറ്റീവ് ഡൊമൈൻ. സെക്കൻഡ് വൺ എന്താണ്? അഫക്റ്റീവ് ഡൊമൈൻ ആണ്. ആരാണ് അഫക്റ്റീവ് ഡൊമൈൻ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്? ബ്ലൂം ആൻഡ് റാത്തോൾ ആണ്. അതെന്തുമായി ബന്ധപ്പെട്ടതാണ് അഫക്റ്റീവ് ഡൊമൈന്? ഇമോഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡൊക്കെ എന്തുമായി റിലേറ്റഡ് ആണ്? അഫക്റ്റീവ് ഡൊമൈനുമായി ബന്ധപ്പെട്ടതാണ്. അഫക്റ്റീവ് ഡൊമൈൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റേജസ് അതാണ്. ഏറ്റവും ബേസ് എന്ന് പറയുന്നത് റിസീവിംഗ് ആണ്. ഏറ്റവും ഹയർ ഏതാണ്? ക്യാരക്ടറൈസേഷൻ ആണ്. ഏറ്റവും സിമ്പിൾ ഏതാണ്? റിസീവിംഗ് ആണ്. ഏറ്റവും കോംപ്ലക്സ് ഏതാണ്? ക്യാരക്ടറൈസേഷൻ ആണ്. വാല്യൂയിങ്ങിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് ഏതാണ്? റെസ്പോണ്ടിങ് ആണ്. അങ്ങനെയൊക്കെ ചോദിക്കുക. നമ്മൾ ഈ ഡയഗ്രം മൈൻഡിൽ വേണം. ഇത് മസ്റ്റായിട്ട് പഠിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, ഈ ഹയറാർക്കിയുമായി ബന്ധപ്പെട്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ ബ്ലൂംസ് ടാക്സോണമിയിലെ 3 ഒബ്ജക്റ്റീവ്സ്, ഒന്ന് കോഗ്നിറ്റീവ് ഡൊമൈൻ, അത് നമ്മൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞത് കോഗ്നിറ്റീവ് ഡൊമൈൻ പറഞ്ഞു. ദെൻ അതിനുശേഷം അഫക്റ്റീവ് ഡൊമൈൻ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈക്കോ മോട്ടോർ ഡൊമൈനാണ്. ഓക്കെ, ഈ സൈക്കോ മോട്ടോർ ഡൊമൈൻ പറയുമ്പോൾ അതിലേറ്റവും വലിയ രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ സൈക്കോ മോട്ടോർ ഡൊമൈനിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഹയറാർക്കി നമ്മുടെ ബ്ലൂമും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലൂംസ് ടാക്സോണമിയാണ്. ആ ബ്ലൂംസ് ടാക്സോണമി 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് കോഗ്നിറ്റീവ് ഡൊമൈൻ. ആ കോഗ്നിറ്റീവ് ഡൊമൈനെ നമ്മുടെ ബ്ലൂം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഹയറാർക്കി അല്ലേ, ചെറുതിൽ നിന്ന് വലുതിലോട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമത്തതായിരുന്നു അഫക്റ്റീവ് ഡൊമൈൻ. ആ അഫക്റ്റീവ് ഡൊമൈനെയും അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് വണ്ണായിട്ടുള്ള സൈക്കോ മോട്ടോർ ഡൊമൈനെ ബെഞ്ചമിൻ എസ് ബ്ലൂം എന്ത് ചെയ്തിട്ടില്ല? സബ് കാറ്റഗറൈസ് ആയിട്ട് തിരിച്ചിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം, ബെഞ്ചമിൻ എസ് ബ്ലൂം സബ് കാറ്റഗറൈസ് ചെയ്യാത്ത ഒബ്ജക്റ്റീവ് ഏതാണ്, അല്ലെങ്കിൽ ഡൊമൈൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സൈക്കോ മോട്ടോർ ഡൊമൈനാണ്. പക്ഷേ ഈ സൈക്കോ മോട്ടോർ ഡൊമൈനെ മറ്റു ചില സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സൈക്കോ മോട്ടോർ ഡൊമൈനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 1969 ഡോക്ടർ RH ദേവ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സൈക്കോ മോട്ടോർ ഡൊമൈനെ കാറ്റഗറൈസ് ചെയ്തു. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് നമ്മൾ ഈ സൈക്കോ മോട്ടോർ ഡൊമൈൻ്റെ ഒരു ഹയറാർക്കി ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ളത്. റെഡി? ഈ സൈക്കോ മോട്ടോർ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്കോ മോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ഫങ്ഷൻസുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളൊരു കാര്യത്തിന് നോക്കുക അല്ലേ, ഒരു കാര്യത്തെ സസൂക്ഷ്മം നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സൈക്കോ മോട്ടോർ ഡൊമൈനാണ്. നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുക, അത് നമ്മുടെ സൈക്കോ മോട്ടോർ ഡൊമൈനാണ്. നമുക്കറിയാം മോട്ടോർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മൂവ്മെൻറ്റുമായി റിലേറ്റഡ് ആണ്. ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് അവർ ഫിസിക്കൽ ഫങ്ഷൻ, ദാറ്റ് ഈസ് സൈക്കോ മോട്ടോർ ഡൊമൈൻ. ദി ലേണർ യൂസ് ഫിസിക്കൽ ആക്ഷൻസ് ടു അച്ചീവ് കോഗ്നിറ്റീവ് ഓർ അഫക്റ്റീവ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിസിക്കലായിട്ടുള്ള ആക്ഷൻസ് വഴി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോഗ്നിറ്റീവ് ഡൊമൈനും അഫക്റ്റീവ് ഡൊമൈനും അല്ലേ, അതിലുള്ള ഒബ്ജക്റ്റീവ്സിനെ അറ്റൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ സൈക്കോ മോട്ടോർ ഡൊമൈനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 5 കാറ്റഗറീസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബെഞ്ചമിൻ എസ് ബ്ലൂം എന്ത് ചെയ്തിട്ടില്ല? സൈക്കോ മോട്ടോർ ഡൊമൈനെ കാറ്റഗറൈസ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചെയ്തിട്ടില്ല. പക്ഷേ മറ്റു ചില സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തു? സൈക്കോ മോട്ടോർ ഡൊമൈനെ കാറ്റഗറൈസ് ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഡോക്ടർ RH ദേവ് 1969 സൈക്കോ മോട്ടോർ ഡൊമൈനെ 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ കാറ്റഗറികൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ അല്ലേ, നമ്മൾ ലോവസ്റ്റ് ഹയർ ആണ് പറയുന്നത്, സിമ്പിൾ ടു കോംപ്ലക്സ് ആണ് പറയുന്നത്.
അതിലേറ്റവും ലോവസ്റ്റ് ലെവലിൽ വരുന്ന ആളാണ് നമ്മുടെ ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് വൺ എന്ന് പറയുന്ന ആരാണ്? ഇമിറ്റേഷനാണ്. ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ നിന്ന് അർത്ഥമുണ്ട് അല്ലേ. നമ്മൾ ഡയറക്റ്റ്ലി ഒരു കാര്യം കോപ്പി ചെയ്യുക, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇമിറ്റേഷൻ എന്ന് പറയും അല്ലേ. നമ്മൾ ഡയറക്റ്റ്ലി കോപ്പി ചെയ്യാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന അല്ലേ, നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പോവുകയാണ്. ആ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ നമ്മളോട് ഒരു സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുകയാണ്, നമ്മൾ അതുപോലെ തന്നെ ഇടുകയാണ് അല്ലേ. അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നമ്മൾ പിടിക്കാൻ പറയുന്ന രീതിയിൽ നമ്മൾ പിടിക്കുള്ളൂ. ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾക്കറിയാം. ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ അവർ പറയും 2 കൈ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് സ്റ്റിയറിംഗ് പിടിക്കണം, മുന്നോട്ട് നോക്കണം, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം. നമ്മൾ അവർ പറയുന്നത് എന്താണോ അത് കറക്റ്റ് നമ്മൾ കോപ്പി ചെയ്യുന്നു. അതിനെയാണ് ഒന്നാമത്തെ സ്റ്റേജ്, ബേസിക് ആയിട്ടുള്ള സ്റ്റേജ്, ഇമിറ്റേഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാനിപ്പുലേഷനാണ്. സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് മാനിപ്പുലേഷനാണ്. മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് റീപ്രൊഡ്യൂസ് ആക്ടിവിറ്റിയാണ്. പ്രൊഡ്യൂസ് അല്ല, റീപ്രൊഡ്യൂസ്. നമ്മൾ ഓൾറെഡി ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ജംഗ്ഷനിലോട്ട് വണ്ടി തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന നമ്മുടെ ടീച്ചർ നമ്മളോട് പറയും, ഇൻഡിക്കേറ്റർ ഇടണം. ലെഫ്റ്റിലോട്ട് പോവാണ്, അപ്പോൾ ലെഫ്റ്റിൽ ഇൻഡിക്കേറ്റർ ഇടണം. അപ്പോൾ എന്താണോ പറയുന്നത് അത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. റെഡി. ദെൻ സെക്കൻഡ് സ്റ്റേജിലോട്ട് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ അടുത്തൊരു ജംഗ്ഷൻ കാണുകയാണ്. ആ ജംഗ്ഷൻ കാണുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യുകയാണ്? സ്വയം ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുകയാണ്. സ്വയം റൈറ്റിലോട്ടാണെങ്കിൽ റൈറ്റിലോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇടുകയാണ്. അപ്പം അത് റീപ്രൊഡ്യൂസ് ആക്ടിവിറ്റിയാണ് അല്ലേ. നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത കാര്യത്തെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്. റെഡി. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് പ്രിസിഷനാണ്. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് സ്കിൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഹെൽപ്പ് അല്ലേ. ആരുടെ സഹായവും ഇല്ലാതെ ആ സ്കിൽ എന്ത് ചെയ്യാണ്? നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടെ അക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം അല്ലേ. നേരത്തെ ചിലപ്പോൾ മാനിപ്പുലേഷനിൽ നമ്മൾ പറഞ്ഞു ഇൻഡിക്കേറ്റർ ഇടുകയാണ്. ചിലപ്പം നമ്മളൊക്കെ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുന്നത് ചിലപ്പം ആ വളവ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ആ വളവ് കറക്റ്റ് ആ വളവിലെത്തിയ അതിന് സമയത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഇൻഡിക്കേറ്റർ ഇടേണ്ടപ്പോഴാണ് നമ്മൾ ആ വളവ് ഇങ്ങനെ ദൂരത്തു നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്, ദൂരേന്നേ കാണുന്നുണ്ട്. അപ്പോൾ ആ വളവ് എത്തുന്നതിൻ്റെ തൊട്ട് മുൻപാണ് അല്ലേ, കുറച്ച് മുൻപ് ഇൻഡിക്കേറ്റർ ഇട്ടാലാണ് പിന്നിലുള്ള വണ്ടിക്കാർക്ക് എന്ത് മനസ്സിലാവുള്ളൂ? അയാൾ ആ വളവ് നിന്ന് അങ്ങോട്ട് തിരിയാനുള്ളതാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം അത് ആ ഇൻഡിക്കേറ്റർ ഇടേണ്ട ഒരു ദൂരമുണ്ട് എന്ന് കരുതിയിട്ട് 1 കിലോമീറ്റർ മുമ്പേ ഇൻഡിക്കേറ്റർ ഇട്ട് പോരേണ്ട ആവശ്യമില്ല, അതും പ്രശ്നമാണ്. അപ്പം ആ ഒരു അക്യുറേറ്റ് ആയിട്ട് എവിടെ നിന്ന് ഇൻഡിക്കേറ്റർ ഇടണം അല്ലേ, ഏത് ജംഗ്ഷനിൽ തിരിയാനാണ് എന്നുള്ള ആ ഒരു അക്യുറേസിയാണ് ശരിക്കും ആ പ്രിസിഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ വരുന്നത്. ദെൻ ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡാപ്റ്റ് എക്സ്പെർട്ടൈസ് ആണ്. അതിൻ്റെ എക്സ്പേർട്ട് ആവുക. നമ്മളീ പറഞ്ഞ കാര്യങ്ങളിൽ എക്സ്പെർട്ടൈസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. ദെൻ ദി ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് നാച്ചുറലൈസേഷൻ ആണ്. നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റ് സ്കില്ലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവിങ്ങിൽ പക്ക സ്കില്ലായി മാറി. ഓക്കെ, നമ്മളറിയാതെ തന്നെ നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി സീറ്റ് ബെൽറ്റ് ഇടുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എവിടെ നിന്നാണോ ഇൻഡിക്കേറ്റർ ഇടുന്നത് അത് നമ്മൾ അറിയാതെ തന്നെ, എന്ന് വെച്ചാൽ വേണമെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടെന്ന് പറയാം. നമ്മൾ ബോധത്തോലൊന്നുമല്ല, കോൺഷ്യസ് ആയിട്ടൊന്നുമല്ല, അൺകോൺഷ്യസ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാണ്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാണ്. നമ്മൾ ഏത് റോഡിലോട്ടാണ് തിരിയേണ്ടത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇൻഡിക്കേറ്റർ ഇടേണ്ടത്, സിഗ്നൽ എപ്പം കാണുമ്പോൾ നിർത്തണം, ചുവപ്പ് കാണുമ്പോൾ നിർത്തണം, പച്ച കാണുമ്പോൾ പോകണം എന്നൊന്നും നമ്മൾ ആലോചിച്ചിട്ടല്ല ചെയ്യുന്നത്. നമ്മളതിൽ എന്തായിട്ടുണ്ട്? ഓട്ടോമേറ്റ് സ്കില്ലായിട്ടുണ്ട്. നമ്മളത് ആ ഒരു സ്കില്ല് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അതിനാണ് നാച്ചുറലൈസേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ 5 കാറ്റഗറികളാണ്. ആരുടെ കാറ്റഗറീസ്, ആരുടെ സബ് കാറ്റഗറീസ്? സൈക്കോ മോട്ടോർ ഡൊമൈൻ്റെ കാറ്റഗറീസ്. ചോദിക്കട്ടെ, ഈ സൈക്കോ മോട്ടോർ ഡൊമൈൻ 5 കാറ്റഗറി അല്ല, ഇമിറ്റേഷൻ, മാനിപ്പുലേഷൻ, പ്രിസിഷൻ, ആർട്ടിക്കുലേഷൻ, നാച്ചുറലൈസേഷൻ ആക്കി മാറ്റിയത് ബ്ലൂമാണോ? അല്ല. ബ്ലൂം എന്ത് ചെയ്തിട്ടില്ല? സൈക്കോ മോട്ടോർ ഡൊമൈനെ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഡോക്ടർ RH ഡേവ് ആണ്. 1969 അപ്പോൾ ആ ഡോക്ടർ RH ഡേവ് മാത്രമാണോ അങ്ങനെ ചെയ്തിട്ടുള്ളത്? അല്ല, വേറെയും സയൻറ്റിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൈക്കോ മോട്ടോർ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് അവർ ഫിസിക്കൽ ഫങ്ഷൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫിസിക്കൽ ഫങ്ഷൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ്സിനെയും അഫക്റ്റീവ് ഒബ്ജക്റ്റീവ്സിനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ സൈക്കോമോട്ടോർ ഡൊമൈൻ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചെന്താണ്?
തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചെന്തായിരുന്നു? സൈക്കോമോട്ടർ ഡൊമൈന് മുൻപ് നമ്മൾ പറഞ്ഞു അഫക്റ്റീവ് ഡൊമൈൻ എന്താന്ന് പറഞ്ഞു അല്ലേ? അഫക്റ്റീവ് ഡൊമൈൻ എന്തുമായി ഡീൽ ചെയ്യുന്നു? എന്തിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്നു? ഇറ്റ്സ് ഡീൽസ് അബൌട്ട് ദി ഇമോഷൻസ് ആണ് അല്ലേ? നമ്മൾ ഇമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ, അപ്രീസിയേഷൻ അല്ലേ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എവിടെ വരുന്നു? അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നു. അഫക്റ്റീവ് ഡൊമൈനിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം എന്താണ്? റിസീവിങ് ആണ്. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം എന്താണ്? ക്യാരക്ടറൈസിങ് ആണ് അല്ലേ? അപ്പം ഈ ഒരു അഫക്റ്റീവ് ഡൊമൈന് മനസ്സിലുള്ള ടീച്ചറുടെ ഉദ്ദേശം എന്താണ്? റിസീവിങ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കുട്ടി എവിടെ എത്തിക്കണം? ക്യാരക്ടറൈസിങ് ബൈ വാല്യൂ ഓർ വാല്യൂ കോൺസെപ്റ്റിൽ എത്തിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റേജസ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ആദ്യം പഠിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതാ പഠിച്ചത്? നമ്മൾ പഠിച്ചു കൊഗ്നിറ്റീവ് ഡൊമൈൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ 3 ഡൊമൈനിൽ ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ ഈ ഒരു ടാക്സോണമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊഗ്നിറ്റീവ് ഡൊമൈന്. എത്ര ലെവൽസ് ഉണ്ട്? 6 ലെവലുണ്ട്. ഏതൊക്കെയാണ് 6 ലെവൽ? നോളജ്, കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ അല്ലേ? ഈ ബ്ലൂമിൻ്റെ ടാക്സോണമിയെ, കൊഗ്നിറ്റീവ് ഡൊമൈനെ 1990 ലോറിൻ ആൻഡേഴ്സൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പഴയ സ്റ്റുഡൻ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? റിവൈസ് ചെയ്തു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ റിവൈസ് ചെയ്തപ്പോൾ എന്താ മാറ്റമുള്ളത്? ആദ്യം നൗണായിരുന്നു, പിന്നെ എന്താക്കി മാറ്റിയതിനെ? വെർബാക്കി മാറ്റി. അപ്പോൾ റിവൈസ് ചെയ്ത സ്റ്റെപ്സുകൾ, കാറ്റഗറികൾ എങ്ങനെയാണ്? റിമെമ്പറിങ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനാലിസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവിടെ പഠിക്കാനുള്ളത്? നമ്മുടെ ഈ ഒരു ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ടാക്സോണമിയുടെ 3 ഒബ്ജക്റ്റീവ്സ് ഒന്നുകൂടെ ഏതൊക്കെയായിരുന്നു? കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടർ ഡൊമൈൻ. ഈ 3 ഡൊമൈനുകളും വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ നമ്മൾ പറഞ്ഞ ആദ്യത്തെ 2 ഡൊമൈൻ, കൊഗ്നിറ്റീവ് ഡൊമൈനും അഫക്റ്റീവ് ഡൊമൈനിലെയും ആ കാറ്റഗറീസ് ആ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കുക. മൂന്നാമത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അത് ബ്ലൂംസ് കാറ്റഗറൈസ് ചെയ്യാത്തത് കൊണ്ട് ഈ സൈക്കോമോട്ടർ ഡൊമൈൻ്റെ കാറ്റഗറിക്ക് ചിലപ്പോൾ അത്ര പ്രാധാന്യമില്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഈ 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആദ്യത്തെ 2 അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സാമിന് വരും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ പഠനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക. വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.